അസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര. അന്ന് വ്യത്യസ്തമായിട്ട് സിലിഗുരി വഴി ഡാർജിലിംഗിലേക്കുള്ള യാത്ര. സോ വെസ്റ്റ് ബംഗാളിലുള്ള സിലിഗുരിയുള്ള എന്ന സ്ഥലത്തു നിന്നും നമ്മളൊരു ഡാർജിലിംഗിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, നമുക്ക് സെൽഫായിട്ട് റിസർവ് വെഹിക്കിൾസ് ഒക്കുപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ വെഹിക്കിൾ. എന്തായാലും ഞാനൊരു ഷെയർ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് അവിടെ കയറിയിരുന്നു. ഒരു പെർ സീറ്റിന് അവർ 250 to 300 ചാർജ് ചെയ്യുന്നത്. അവർ ഇരുത്താനൊക്കെ വലിയ ആവേശം കാണിച്ചായിരുന്നു. പക്ഷേ ഇരുന്നതിന് ശേഷം ഇപ്പോൾ അരമണിക്കൂറായി, ആൾക്കാരൊന്നും വന്നില്ല, വണ്ടി മുഴുവൻ കാലിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ എടുക്കും ഡാർജിലിംഗ് എത്തിപ്പെടാൻ. ഇപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളും ഡാർജിലിംഗ് എത്തിയതിനു ശേഷം നമ്മുടെ ഇന്ത്യ എക്സ്പ്ലോർ ഡാർജിലിംഗും കാണാം. റോഡിലുള്ള റെയിൽവേ ഗ്രേറ്റ് പണ്ട് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്താന്ന് തോന്നുന്നു, അതുപോലെ കിടപ്പുണ്ട്. റോഡിൽ മുഴുവനായിട്ട് റെയിൽവേ ട്രാക്ക് കിടപ്പുണ്ട്. പക്ഷേ റോഡൊക്കെ കുഴപ്പമില്ല, നല്ല റോഡാണ്. നോക്കാം, സിലിഗുരി സിറ്റിക്കകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പച്ചപ്പുള്ള സ്ഥലം. സിലിഗുരി ടൗണിൽ തന്നെ ഒത്തിരി കാപ്പിത്തോട്ടങ്ങളാണെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള കാപ്പിത്തോട്ടങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള കാപ്പിത്തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാപ്പിത്തോട്ടം.
Bigorta, você quer ir, vai? പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടോ കാലാവസ്ഥയൊക്കെ മാറ്റം വന്ന് മൊത്തത്തിൽ ഫോഗ് മൂടി ഒന്നും കാണാൻ പറ്റാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കിടന്നു ചുറ്റുവട്ടത്തും മുഴുവനായിട്ട്. സോ റോഡിലേക്കൊക്കെ ഇത് നട്ടുച്ച സമയമാണ് കേട്ടോ, നട്ടുച്ച സമയമാണ്. റോഡിലേക്ക് ഫോഗ് ഇറങ്ങുന്നത് നല്ല തണുത്ത മഞ്ഞിറങ്ങുന്ന പോലത്തെ ഫോഗാണ്. പെട്ടെന്ന് കാലാവസ്ഥകളിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. വാവ്, എന്താ ഒന്ന് ഇച്ചിരി മഞ്ഞിലൂടെ യാത്ര ചെയ്യാം. പണ്ട് ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെയിൽവേ ക്രോസ് ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ മുതൽ NJP റെയിൽവേ സ്റ്റേഷൻ മുതൽ ഏകദേശം ഡാർജിലിംഗ് വരെ ഡിസ്റ്റൻഷനിൽ കാണാൻ പറ്റിയൊരു സംഭവമാണ്. സോ ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെയിൽവേ ട്രാക്ക് അതുപോലെ ഇവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സർവീസ് അവൈലബിൾ അല്ല, പക്ഷേ ദേ ആർ മെയിൻറ്റെയിനിങ്, വെൽ മെയിൻറ്റെയിനിങ്. ആ ഒരു ട്രാക്കിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ യാത്ര. ഓൾമോസ്റ്റ് നമ്മൾ ഡാർജിലിംഗ് കോസ്റ്റലിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അതിനിടയിലാണ് പെട്ടെന്നൊരു ഫോഗും ഒരു തണുത്ത കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. സി നമ്മളങ്ങനെ ഫൈനലി ഡാർജിലിംഗ് എത്തിയിരിക്കുകയാണ്. ഡാർജിലിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.